Another day with another food review. So ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് another ഫിലിപ്പീനി റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് സീ ഫുഡ്, ഇറ്റ് ഈസ് ഡക്ക് റോസ്റ്റ്. അവിടെ ഇരുന്ന് കുറേ പേര് ഇത് കഴിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരു കൗതുകം തോന്നി വാങ്ങിയതാണ്. ഡിഷിൻ്റെ പേര് ഹോട്ട് പോട്ട് ഡക്കാണ്. ഇതാണ് അവരുടെ പ്രസൻറ്റേഷൻ. ലുക്ക് അറ്റ് ഇറ്റ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു അവിയൽ പരുവമായിട്ട് തോന്നുന്നുണ്ടല്ലേ? സോ ആദ്യം അച്ഛനാണ് കഴിച്ചു നോക്കിയത്. പ്രത്യേകിച്ച് ഒരു സ്പൈസസും ഇല്ലായിരുന്നു. ബോയിൽ നൂഡിൽസ് ആൻഡ് ഡക്ക് റോസ്റ്റ് അതിനകത്തുണ്ടായിരുന്നു. സോ രണ്ടാളും കഴിച്ചു, രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു. സോ ഞാനും അലനും അടുത്ത് ട്രൈ ചെയ്യാൻ പോവാ. സോ നമുക്ക് സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ അവരൊരു സോസ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു വൈക്കും കൊള്ളില്ലായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് ഒഴിക്കാനും പോയില്ല. സോ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനകത്ത് കുറച്ച് മുളപ്പിച്ച പയറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രോക്കോളി, ഡ്രൈഡ് ആയിട്ടുള്ള ബ്രോക്കോളി ആയിരുന്നു. ആൻഡ് എഗ് ഓൾസോ ഉണ്ടായിരുന്നു. സോ ഡക്ക് എവിടെയെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ഇതാണ് ഡക്ക്. ദ ഡിഷ് വാസ് ഗുഡ്. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. കുറച്ച് നാളായിട്ട് ഫിലിപ്പീൻ ഫുഡിനോട് എന്തോ ഒരു താല്പര്യം കൂടുതൽ. ഇതിൻ്റെ കൂടെ നമുക്ക് റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രൈഡ് റൈസ് നമ്മൾ എക്സ്ട്രാ ഓർഡർ ചെയ്തു. അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് ദിസ് വൺ വി എറ്റ്. അതും നമ്മൾ 4 പേര് കഴിച്ചിട്ട് തീരുന്നില്ലായിരുന്നു. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇതിനകത്ത് വേറൊരു സാധനം ഉണ്ടായിരുന്നു. അതാണ് അലൻ കഴിക്കുന്നത്. അത് ഞാൻ ട്രൈ ചെയ്തില്ല. ഐ തിങ്ക് ഇറ്റ് വാസ് ഷ്രിംപ്. പെട്ടെന്ന് ഒരു കൊതി വന്ന് ബബിൾ ടീ കുടിക്കാൻ തോന്നി. കുറേ നാളായി കുടിച്ചിട്ട്. സോ ഒരു ക്രീം ചീസ് ചോക്ലേറ്റ് ബബിൾ ടീ ആണ് വാങ്ങിച്ചത്. അടിപൊളിയായിരുന്നു. അമേസിങ്. ഈ ക്രീം ചീസ് ഫ്ലേവർ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. എപ്പോൾ വാങ്ങുമ്പോഴും ചോക്ലേറ്റ് ആണ് വാങ്ങുന്നത്. സോ നെക്സ്റ്റ് ടൈം വെൻ യു ബൈ ബബിൾ ടീ ട്രൈ ദിസ് ഫ്ലേവർ ആൻഡ് ലെറ്റ് മീ നോ. ഞാനിത് കുടിച്ചു കഴിഞ്ഞിട്ടും അവരത് കഴിച്ചു കഴിഞ്ഞിട്ടില്ലായിരുന്നു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.